കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. ലച്ചു എവിടെ? ലച്ചു എവിടെയെന്ന്? അടുക്കളയില്. എന്തിനാണാവോ ലച്ചു അടുക്കളയിൽ നിക്കണം? കൺട്രാക്ക് വിടാനാണോ? ഞാൻ കേൾക്കാൻ വേണ്ടിട്ടാണ് ഉറക്കെ വിളിച്ച് പറഞ്ഞെങ്കിലും ഞാൻ എന്താ ടൈമിംഗ്? എന്റെ ദൈവമേ, ഏത് നേരത്താണോ എനിക്ക് ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? നീ നോക്കിക്കോടാ, ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ അമ്മ ഈ വഴക്കിന്റെ പേരും പറഞ്ഞ് എന്നെ ഇങ്ങനെ കൊത്തി പറക്കും. നോക്കിക്കോ. അയ്യോ, ഇനിയിപ്പൊ എനിക്ക് വാ തുറക്കാൻ പറ്റൂല. ഇവിടെ വാ തുറക്കട്ടെ, അത് തന്നെയാ നല്ലത്. സഞ്ജിത പോവാ. അനിപ്പെന്താ പോയിക്കോട്ടെ. അനിപ്പോ പൊക്കോട്ടെ, പൊക്കോ. എന്ത് 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 അതെ, എന്നാ ഞാൻ ഇറങ്ങുവാ. ഇനിയെങ്കിലും നിങ്ങൾ ഈ തമ്മിക്കുത്തിലോ നിർത്തിക്കൂടെ? തമ്മിക്കുത്തലും നിർത്തിക്കൂടെന്നാ? താൻ വർത്താനാണ് ഈ പറയണേ? അതന്നെ, എന്ത് വർത്താനാണ് ഈ പറയണ? ആര് തമ്മിക്കുത്തില് നിർത്തിക്കൂടെന്ന്? അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എന്തുദ്ദേശം പറഞ്ഞാലൊന്ന്? നമ്മള് വീട്ടിൽ കയറി നമ്മള് പറയണ ലച്ചു. എന്റെ വീട് എവിടെയാന്ന് പറഞ്ഞ? തൊടുപുഴയല്ലേ? തന്നെ വീട് തൊടുപുഴയാണെങ്കിലേ ഇത് പാറമട വീട്. ഇവിടെ സംസാരിക്കുമ്പോ സൂക്ഷിച്ചും കണ്ടത് സംസാരിച്ചോളാം. ശിവ, നിനക്ക് ഓൾറെഡി ഉള്ളതാണ് ഈ പെമ്പിളൊക്കെ കാണുമ്പോൾ ഇളക്കം. മര്യാദയ്ക്ക് നിനക്ക് എന്തിനാ ഫോൺ നമ്പർ? ഫോൺ നമ്പർ എന്തിനാ? ഫോൺ നമ്പർ ചോദിച്ചാ ഈ കൊച്ചാളല്ലേ നീ ഫോൺ നമ്പർ കൊടുക്കാൻ പറഞ്ഞില്ല. ചോദിച്ചാ പിന്നെ ഫോൺ നമ്പർ കൊടുക്കൂലേ? എന്തോന്ന് വീട് കുത്തണെന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മളെങ്ങനെ നോയിക്കൊണ്ടിരിക്കും അല്ലേ? പിന്നെ അല്ലാണ്ട് ഞാനൊരു തമാശക്ക് ഉദ്ദേശിച്ചെന്നേ ഉള്ളൂ. അയ്യോ, വലിയൊരു തമാശക്കാരി വന്നേക്കുന്ന. എന്റെ അമ്മ ഒന്ന് ചിരിച്ചു. നീ ഒന്ന് ചിരിച്ചോടുന്നു. അമ്മായിക്ക് ചിരിച്ചെന്താ കുഴപ്പം? നിനക്ക് ചിരിച്ചെന്താ കുഴപ്പം? അമ്മ ഒന്ന് ചിരിച്ചോളൂ. അമ്മ എന്തിന്? ഒന്ന് ചിരിച്ചിക്കോട്. എന്താ പേടിച്ചോയോ? പേടിക്കണം, ഇതാണ് ഞങ്ങളുടെ തമാശ. ഒരു പ്രശ്നവുമില്ല. ഈ കൊച്ചിനെ വീട്ടിൽ ഞാൻ ഇറങ്ങുവാ. വരാം ഉമ്മ. അല്ല, സഞ്ജിത വയലിസ്റ്റാന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് വയലിൻ വായിക്കുന്നത് ഞങ്ങളൊന്നും കേട്ടില്ലല്ലോ. അമ്മയോ കേട്ടോ? ഞാൻ കേട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, പോണതിന് പിന്നെ വയലിൻ വായിച്ചിട്ട് പോകും അല്ലേ? അയ്യോ, ഇപ്പൊ അവള് ഇറങ്ങാൻ നിക്കുവല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോ അവള് വായിക്കും. അവള് പോയിട്ട് പാടുകയും ചെയ്യും. ആണോ? എന്നാ കൊഴപ്പില്ല, ഇപ്പൊ ഇറങ്ങാൻ നിക്കുവല്ലേ, വായിച്ചിട്ട് പോട്ടെ. എന്താ വായിക്കാൻ പറ്റൂലേ? അത് തന്നെ, സഞ്ജിതയ്ക്ക് വായിച്ച വല്ല കുഴപ്പമുണ്ടോ? വായിച്ചിട്ട് പോയാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.